പഹൽഗാം വിഷയത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി കടക്കുന്നു. പഹൽഗാം സംഭവത്തിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സമൂഹ മാധ്യമ അക്കൗണ്ടിലെ പോസ്റ്റ് ആയുധമാക്കി പാക് രാഷ്ട്രീയ നേതാക്കൾ. INC കേരള എന്ന എക്സ് അക്കൗണ്ടിലെ പോസ്റ്റാണ് മുൻ പാക് മന്ത്രി കൂടിയായ ഫവാദ് ഹുസൈൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നത്. അല്ല, ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ആദ്യമായിട്ടല്ലല്ലോ ഇത്തരം പണികൾ എടുക്കുന്നത്. ഒരു രാജ്യം ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിക്കേണ്ടുന്ന സമയത്ത് ശത്രുവിന്റെ കയ്യിലെ ആയുധമായിട്ട് നമ്മുടെ പ്രതിപക്ഷം മാറുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക മരുമകനുണ്ടല്ലോ റോബർട്ട് വദ്ര, അദ്ദേഹം എന്താ പ്രതികരിക്കുന്നത്? ഇത് ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, ഹിന്ദുത്വ ഭരണം ഇവിടെ വന്നതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്? ഇത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ചെയ്തതാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇന്ത്യക്കകത്ത് ഹിന്ദുത്വ ഭരണം വന്നു, ആ വന്നതിനെതിരായിട്ട് മുസ്ലിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന്റെ പഴി ആരുടെ തലയിലാണ് കൊണ്ടുവയ്ക്കുന്നത്? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിങ്ങളുടെ തലയിലല്ലേ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇന്നിപ്പോ അടൂർ പ്രകാശിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കണ്ടായിരുന്നു? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് പാകിസ്ഥാൻ എന്തിനാണ് ആക്രമിക്കുന്നത്? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് ഇവരെല്ലാവരും പറഞ്ഞത് കശ്മീരിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നു എന്നല്ലേ? അപ്പൊ ഇവരെന്താ പറഞ്ഞു വയ്ക്കുന്നത്? കശ്മീരിലെ മുസ്ലിങ്ങളാണ് ആക്രമണം നടത്തിയെന്നാണോ? കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് പാകിസ്ഥാനാണ് പുറകിലെന്നാണ്. കേന്ദ്ര സർക്കാർ ആ പറയുന്നതിനോട് അമേരിക്ക ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇപ്പൊ തുളസി ഗബ്ബാർഡ് അമേരിക്കയുടെ സെക്യൂരിറ്റിയുടെ ചാർജുള്ള ലീഡറാണ്, അവരുൾപ്പെടെ ഇന്ത്യയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്താണ് കോൺഗ്രസ് ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് കവറിംഗ് ഫയർ നടത്തി കൊടുക്കുന്നത്. ഇവനെയൊക്കെ വായിക്കുന്ന പത്രം കൊണ്ട് ചെതയുണ്ടാക്കി അതിന്റെ പുറത്ത് വെച്ച് ദഹിപ്പിക്കണം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ദയവ് ചെയ്ത് ശത്രുവിന്റെ കയ്യിലെ ആയുധമായിട്ട് മാറാതിരിക്കുക എന്നുള്ളൊരു കാര്യമെങ്കിലും അവർ തൽക്കാലം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്നോട് പറയാനുള്ളത്. ഇത് പക്ഷേ അത്രയും പറയുമ്പോഴും ഇതൊരിക്കൽ BJP അധികാരമില്ലാതിരുന്ന കാലത്ത് നരേന്ദ്രമോദിയുടെ ട്വീറ്റ് പോലും ദഹാർ റാണയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അതൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണല്ലോ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ തരത്തിൽ വീഴ്ചയുണ്ടായോ കേന്ദ്ര സർക്കാരിൽ എന്നുള്ള ചോദ്യവും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയും നടത്തുന്ന കാര്യമില്ലേ? അത് BJP ചെയ്തിട്ടുള്ളതല്ലേ? BJP ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ടൈമിംഗ് എന്ന് പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ പറയുന്നത് നരേന്ദ്രമോദിജി മൻമോഹൻ സിംഗിനെ വിമർശിച്ചു എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത്, ആണല്ലോ? അതെ, നരേന്ദ്രമോദിയുടെ വിമർശനം എപ്പോഴാണ്? 12 മുംബൈ ടെറർ അറ്റാക്ക് എപ്പോഴാണ് നടന്നിരിക്കുന്നത്? 2008 4 വർഷം കഴിഞ്ഞിട്ട്. അല്ലാണ്ട് രാജ്യം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന സമയത്തല്ല അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. BJP വിമർശിച്ചു എന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് മുംബൈ ടെറർ അറ്റാക്കിൽ 166 പേര് കൊല്ലപ്പെട്ടു, സിവിലിയൻസ് കൊല്ലപ്പെട്ടു. 166 എന്ത് നടപടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? നിങ്ങൾ എല്ലാവരും ഇപ്പൊ തിരിച്ചടിയപ്പോ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ചോദിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നോ എപ്പോ തിരിച്ചടി ഉണ്ടാവുമെന്ന്? തിരിച്ചടിക്കാൻ പോയിട്ട് അങ്ങോട്ടേക്ക് നോക്കാനെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എല്ലാരും വിളിച്ചു.